10 മിനിറ്റ് കൊണ്ട് 20-25 രീതിയിൽ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള ശൈലികൾ പഠിച്ചാലോ? വളരെ എളുപ്പത്തിൽ പഠിക്കാനുള്ള കുറച്ച് ടിപ്സുകളാണ് ഈ ക്ലാസ്സിലുള്ളത്. ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന പ്രാക്ടീസുകൾ കമൻറ്റുകളായി ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതിനു മുമ്പ് ഡേ 4 വരെയുള്ള ക്ലാസ്സുകൾ കാണാത്തവർ അതുകൂടെ കാണണേ. അതുകൂടെ കണ്ടാൽ ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകും. ഇവിടെ വളരെ എളുപ്പത്തിലുള്ള കുഞ്ഞു വാക്കുകൾ മാത്രം വെച്ചുള്ള ക്ലാസ്സാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നീ ഇപ്പം എൻ്റെ കൂടെ വരുന്നോ? എൻ്റെ കൂടെ വരുന്നോ? വിത്ത് മീ ആണ്. എൻ്റെ കൂടെ എന്നുള്ളത് വിത്ത് മീ എന്നാണ്. നീ എൻ്റെ കൂടെ വരുന്നോ? നീ എൻ്റെ കൂടെ വരുന്നു എന്ന് ചോദിക്കുമ്പം എൻ്റെ കൂടെ വരുന്നു എന്നാണെങ്കിൽ യു കം വിത്ത് മീ എന്നാണ്. ഓക്കെ, യു കം വിത്ത് മീ, എൻ്റെ കൂടെ വരുന്നു. നീ എൻ്റെ കൂടെ വരുന്നോ എന്ന് വരുമ്പോൾ ഈ കം എന്നതിലെ ഡു വെർബ്, അതായത് അതിനകത്തൊരു കുഞ്ഞു ഓക്സിലറി വെർബ് ഉണ്ട്. നമുക്കറിയാം റൂട്ട് വെർബ്സ്, അതായത് റൂട്ട് വെർബ് എന്ന് പറയുമ്പം ബേസിക് വെർബ് ഏതെടുത്താലും അതിലുള്ള ഒരു ഓക്സിലറി വെർബ്, അതെങ്കിൽ സഹായക ക്രിയയാണ് ഡു. അപ്പോൾ ആ ഡൂവിനെ നമ്മൾ പുറത്തെഴുതുന്നു. എന്നിട്ട് ഡു യു കം വിത്ത് മീ നൗ, ഇപ്പോൾ. നീ എൻ്റെ കൂടെ ഇപ്പോൾ വരുന്നു. ഡു യു കം വിത്ത് മീ നൗ. അപ്പോൾ യു കം വിത്ത് മീ എന്നതിനെ നമ്മൾ ഡു യു കം വിത്ത് മീ എന്നായി. നീ എൻ്റെ കൂടെ ഇപ്പോൾ വരുന്നില്ലേ എന്നാണെങ്കിലോ ഈ ഡൂനെ നമ്മൾ ഡോണ്ട് അല്ലെങ്കിൽ ഡു നോട്ട്. ഡോണ്ട് യു കം വിത്ത് മീ നൗ. നീ ഇപ്പം എൻ്റെ കൂടെ വരുന്നില്ലേ? ഓക്കെ, നീ എൻ്റെ കൂടെ വരുന്നു എന്നത് യു കം വിത്ത് മീ ആയി. നീ എൻ്റെ കൂടെ വരുന്നില്ല എന്നായപ്പോഴത്തേനോ അപ്പോൾ യു കം വിത്ത് മീയിലെ ഡൂവിനെ പുറത്തെടുത്തിട്ട് യു ഡു നോട്ട് കം വിത്ത് മീ എന്നായി. നീ എൻ്റെ കൂടെ വരുന്നു, യു കം വിത്ത് മീ. നീ എൻ്റെ കൂടെ വരുന്നില്ല, യു ഡു നോട്ട് കം വിത്ത് മീ. നീ എൻ്റെ കൂടെ വരുന്നോ? ഡു യു കം വിത്ത് മീ. നീ എൻ്റെ കൂടെ വരുന്നില്ലേ? ഡോണ്ട് യു കം വിത്ത് മീ. നോക്കൂ, അപ്പോൾ നീ ഇപ്പോൾ എൻ്റെ കൂടെ വരുന്നോ എന്ന് പറയാൻ നമ്മൾ ആ ഡു യു കം വിത്ത് മീയിൽ നിന്ന് നമ്മൾ പല രീതിയിലുള്ള പല ശൈലികളുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംസാരിച്ചത്, അല്ലേ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും, ചെറിയ ടിപ്സിലൂടെയാണ് ഇംഗ്ലീഷ് പഠിക്കേണ്ടത്. അത് വലിയൊരു സംഭവമൊന്നുമല്ല. മലയാളത്തിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് മാത്രം നിയമങ്ങളുള്ള ഒരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. അപ്പോൾ അത് പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെയുള്ള സിസ്റ്റമാറ്റിക് സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് എൻ്റെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുള്ളത്. അങ്ങനെ ഡൗട്ടുള്ളവർക്ക് അതിൽ നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാം ഈ നമ്പറിൽ. ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക മറക്കരുത്. കാരണം നിങ്ങളുടെ ലൈക്കുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, അപ്പോൾ ഒരു കുഞ്ഞു സെൻറ്റൻസിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പം നീ ഇപ്പോൾ വരുന്നില്ലേ എൻ്റെ കൂടെ എന്നാകുമ്പോൾ എന്താവും? ഡോണ്ട് യു കം വിത്ത് മീ നോ. ഇപ്പോൾ വരുന്നില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് നീ എൻ്റെ കൂടെ വരാത്തെ? വൈ ഡോണ്ട് യു കം വിത്ത് മീ. നീ എന്താ എൻ്റെ കൂടെ വരാത്തത്? വൈ ഡോണ്ട് യു കം വിത്ത് മീ. അപ്പോൾ യു കം വിത്ത് മീ എന്നുള്ളത് നമ്മൾ പല രീതിയിൽ പല ശൈലിയിൽ മാറ്റി. അതായത് നീ എൻ്റെ കൂടെ വരുന്നു, യു കം വിത്ത് മീ ആക്കി. നീ എൻ്റെ കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞപ്പം യു ഡു നോട്ട് കം വിത്ത് മീ. നീ എൻ്റെ കൂടെ വരുന്നോ? ഡു യു കം വിത്ത് മീ. നീ എൻ്റെ കൂടെ വരുന്നില്ലേ? ഡോണ്ട് യു കം വിത്ത് മീ. ഇനിയിപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറഞ്ഞു, നീ എന്തുകൊണ്ടാണ് എൻ്റെ കൂടെ വരാത്ത? എനിക്ക് എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എന്നതാണ് ഉദ്ദേശം. വൈ ഡോണ്ട് യു കം വിത്ത് മീ. വൈ ഡോണ്ട് യു കം വിത്ത് മീ. നീ എൻ്റെ കൂടെ എന്താ വരാത്തത് അല്ലെങ്കിൽ വരാതിരിക്കുന്നത്? അതാണ് ഡോണ്ട് യു കം വിത്ത് മീ. അതെന്താ എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഡു എന്ന് പറയുന്ന ഒരു കുഞ്ഞു വെർബിനെയാണ്. ആ ഡു എന്ന് പറയുന്ന കുഞ്ഞു വെർബിനെ പോലെ തന്നെ അവൻ എൻ്റെ കൂടെ വരുന്നു എന്നാണെങ്കിൽ ഹീ കംസ് വിത്ത് മീ നൗ എന്ന് പറയണം. അവൻ വരുന്നു, അവനിപ്പോൾ വരുന്നു എന്നാണെങ്കിൽ ആ ഡു മാറിയിട്ട് അവിടെ മൊത്തത്തിൽ അങ്ങ് മാറും. എന്താവും? ഹി കംസ് നൗ എന്നാവും. അവൻ ഇപ്പോൾ വരുന്നു. അപ്പോൾ അവൻ വരുന്നില്ല എന്നാണെങ്കിലോ ഹി ഡസ് നോട്ട് കം. ആ കംസ് എന്ന് പറയുന്നത് കം
പ്ലസ് ഡസ് ആണ്. അതായത് ഒരാൾ മാത്രമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതുപോലെ വരുന്നു, പോകുന്നു, നിൽക്കുന്നു, വരാറുണ്ട്, പോകാറുണ്ട്, നിൽക്കാറുണ്ട് എന്നൊക്കെ പറയുന്നതിന് നമ്മൾ ഡു വെർബ് അല്ലെങ്കിൽ ഡസ് വെർബാണ് ചേർക്കേണ്ടത്. അപ്പോൾ അവിടെ അവൻ വരുന്നു, ഹി കംസ്. നൗ അവൻ വരുന്നില്ല എന്ന് വരുമ്പോൾ ഈ കംസിലെ ഡസ് ഇങ്ങ് മാറ്റുന്നു, ഹി ഡസ് നോട്ട് കം. ഹി ഡസ് നോട്ട് കം. അവൻ വരുന്നോ? ഡസ് ഹി കം? നമ്മൾ മുമ്പേ ഡു പറഞ്ഞ പോലെ ഡസിനെ ആദ്യം എഴുതിയിട്ട് അവൻ വരുന്നോ? ഡസ് ഹി കം. അവൻ വരുന്നില്ലേ? ഡസിൻറ്റ് ഹി കം. അവൻ വരുന്നില്ലേ? അവൻ എന്താ വരാത്തത്, അല്ലെങ്കിൽ എന്താ അവനെന്താ വരാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള ഉദ്ദേശത്തിൽ അവനെന്താ വരാത്തേ? വൈ ഡസിൻറ്റ് ഹി കം? വൈ ഡസിൻറ്റ് ഹി കം? അവൻ എന്തുകൊണ്ടാ വരുന്നേന്ന് ചോദിക്കുകയാണെങ്കിലോ വൈ ഡസ് ഹി കം? ഹി കംസ്, ഹി ഡസ് നോട്ട് കം, ഡസ് ഹി കം, ഡസിൻറ്റ് ഹി കം, വൈ ഡസ് ഹി കം, വൈ ഡസിൻറ്റ് ഹി കം, ഹൗ ഡസ് ഹി കം, ഹൗ ഡസിൻറ്റ് ഹി കം. ഇങ്ങനെ ചറപറാന്ന് കുറേ നമുക്ക് കുറേ സെൻറ്റൻസുകൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ പറയാൻ പറ്റും. നിങ്ങൾ ചിന്തിക്കാത്ത വിധത്തിലുള്ള സെൻറ്റൻസുകളെ നിങ്ങൾക്ക് അവിടെ കൂട്ടിച്ചേർത്ത് പറയാൻ പറ്റും. അപ്പോൾ അവൻ വരുന്നു എന്നതും ഞാൻ വരുന്നു എന്നുള്ളതും ഒന്ന് ഡു വെർബിൽ നമ്മൾ പറഞ്ഞു, ഒന്ന് ഡസ് വെർബിൽ ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പം ഈ ഡു വെർബും ഡസ് വെർബും കുറച്ച് പേർക്ക് കമൻസ് ആയിട്ട് ഇട്ടിരുന്നു അതിൻ്റെ പ്രയോഗങ്ങളൊന്നും പറഞ്ഞു തരണമെന്ന്. അവിടെ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക: വരുന്നു, പോകുന്നു, വരാറുണ്ട്, പോകാറുണ്ട്, വരുന്നുണ്ട്, പോകുന്നുണ്ട്. ഈ രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ, അതായത് അതിന് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് ദിനം ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ പിന്നെ ജനറൽ ട്രൂത്ത്സ്, ഹാബിറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ഡു ഡസ് വെർബ് ഉപയോഗിക്കുന്നത്. ഇപ്പം ജനറൽ ട്രൂത്ത് പറയുമ്പം സൂര്യൻ ഉദിക്കുന്നു, ചന്ദ്രൻ തിളങ്ങുന്നു എന്നൊക്കെയല്ലേ നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പോകുന്നു, വരുന്നു എന്നുള്ളത് പറഞ്ഞത്. ഇപ്പം ഞാൻ ലൈബ്രറിയിൽ പോകാറുണ്ട്, ദിവസേന ചെയ്യുന്ന കാര്യങ്ങൾ. ഞാൻ ഒരുങ്ങാറുണ്ട്, ദിവസേന ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നിടത്താണ് ഡു ഡസ് വെർബ് യൂസ് ചെയ്യുന്നത്. ഇപ്പം അവൻ അമ്മയെ സഹായിക്കാറുണ്ട്, എന്ത് വരും? ഹി ഹെൽപ്സ് മദർ, അല്ലേ? ഞാൻ സ്കൂളിൽ പോകാറുണ്ട്, ഐ ഗോ ടു സ്കൂൾ. ഉണ്ട് അവിടെ ഡു ഫോം, അപ്പുറത്തെ ഡസ് ഫോം. നീ സ്കൂളിൽ പോകാറില്ലേ, എന്ത് വരും? ഡോണ്ട് യു ഗോ ടു സ്കൂൾ. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് ഡു വെർബും ഡസ് വെർബും വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, ഞാൻ ഈ അവസാനം കൊടുക്കുന്ന സ്പീക്കിംഗ് പ്രാക്ടീസിൻ്റെ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അവിടെ ഞാൻ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം മിസ്റ്റേക്സുകൾ ഞാൻ അവിടെ ക്ലിയർ ആക്കി തരുന്നതായി. ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, നീ അവിടെ പോയോ? നീ അവിടെ പോയിരുന്നോ? അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ആദ്യം ചിന്തിക്കേണ്ടത് ഇത് ഇന്നലെ നടന്നത് അല്ലെങ്കിൽ മുമ്പേ നടന്നത് എന്നാണ്. ഓക്കെ, അതായത് പാസ്റ്റിൽ നടന്നത്, കഴിഞ്ഞു പോയതാണ്, അല്ലേ? അപ്പോൾ നീ പോയി എന്നതിന്, അല്ലെങ്കിൽ ഞാൻ പോയി എന്നതിന് നമുക്ക് ഡിഡ് വെർബാണ് വേണ്ടത്. അതായത് പോകുക എന്നുള്ളതിന് ഗോയാണ്, ഡിഡിനോടൊപ്പം ഗോ ആഡ് ചെയ്യുമ്പോൾ അവിടെ വെൻ്റായി. അതായത് ഞാൻ പോയി, ഐ വെൻറ്റ് എന്നായി. എന്നാൽ ഈ ഐ വെൻറ്റ് എന്നുള്ളത്, അതായത് ഐ ഡിഡ് പ്ലസ് ഗോയാണ് ഐ വെൻറ്റ്. ഈ ഞാൻ പോയി എന്നുള്ളത് നീ പോയോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ഈ ഡിഡിനെ ആദ്യം എഴുതിയിട്ട് ഡിഡ് യു ഗോ ദെയർ, നീ അവിടെ പോയോ? ഡിഡ് യു ഗോ ദെയർ, നീ അവിടെ പോയോ? അപ്പോൾ ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ അവിടെ പോയി എന്നതിന് എന്താണ് വേണ്ടത്? ഐ ഡിഡ് ഗോ. ഡിഡ് പ്ലസ് ഗോ എന്ന് പറഞ്ഞാൽ വെൻ്റാണ്. ഐ വെൻറ്റ് ദെയർ. നീ അവിടെ പോയോ എന്ന് ചോദിക്കാൻ ഈ വെൻറ്റിൽ നിന്നും ഡിഡിനെ ആദ്യം എഴുതുക, ഡിഡ് യു ഗോ ദെയർ. മനസ്സിലായോ? അതായത് ഞാൻ സഹായിച്ചു എന്ന് പറയാൻ ഐ ഹെൽപ്ഡ് ആണെങ്കിൽ, നീ സഹായിച്ചോ എന്ന് ചോദിക്കാൻ ഹെൽപ്ഡിൽ നിന്നും ഡിഡിനെ പുറത്തെടുക്കുന്നു, ഡിഡ് യു ഹെൽപ്പ്, നീ സഹായിച്ചോ. ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു എന്നതിന് ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് എന്നാണെങ്കിൽ, നീ ഇംഗ്ലീഷ് പഠിച്ചോ എന്ന് ചോദിക്കാൻ ഡിഡ് യു സ്റ്റഡി ഇംഗ്ലീഷ്. ഓക്കെ,
മനസ്സിലായി കാണുമല്ലോ. നിനക്ക് നീ അല്ലെങ്കിൽ ഐ അല്ലെങ്കിൽ ഹി, അവൻ ഇംഗ്ലീഷ് പഠിച്ചു. ഹി സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിച്ചോ? ഡിഡ് ഹി സ്റ്റഡി ഇംഗ്ലീഷ്? അവിടെ പിന്നെ സ്റ്റഡീഡ് ഇല്ല, അവിടെ നമ്മൾ ഡിഡ് മാറ്റിക്കഴിഞ്ഞു. ഓക്കെ, ഡിഡ് ഹി സ്റ്റഡി ഇംഗ്ലീഷ്? അവൻ ഇംഗ്ലീഷ് പഠിച്ചോ? അപ്പം നീ പോയോ എന്നത് നമ്മൾ മുമ്പേ പറഞ്ഞത് ഡിഡ് യു ഗോ ദേർ? ഓക്കെ, അപ്പം നീ പോയോ എന്ന ആ ചോദ്യത്തെ നമ്മൾ വളരെ എളുപ്പത്തിലാണ് ഡിഡ് യു ഗോ ദേർ, അതായത് നീ അവിടെ പോയി എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളത് നീ അവിടെ പോയോ എന്നാക്കിയത് അല്ലെ. അപ്പോൾ ഞാൻ പറയാണ്, ഇല്ല ഞാൻ പോയില്ല. ഐ ഡിഡ് നോട്ട് ഗോ ദേർ. ഞാൻ പോയില്ല, അവിടെ പോയില്ല, ഞാൻ അവിടെ പോയില്ല. അപ്പൊ ചോദിക്കാം, നീ അവിടെ പോയില്ലേ? നീ അവിടെ പോയില്ലേ? മുമ്പേ നമ്മൾ നീ അവിടെ പോയോ എന്ന് ചോദിച്ചപ്പോൾ ഡിഡ് യു ഗോ ദേർ എന്നായി. അപ്പൊ നീ അവിടെ പോയില്ലേ എന്ന് ചോദിക്കാൻ ഈ ഡിഡിൻറ്റ് അല്ലെങ്കിൽ ഡിഡ് നോട്ടിനെ ആദ്യം എഴുതുന്നു. ഡിഡ് നോട്ട് യു ഗോ ദേർ? ഐ ഡിഡിൻറ്റ് ഗോ ദേർ. ഡിഡിൻറ്റ് യു ഗോ ദേർ? നീ അവിടെ പോയില്ലേ? അപ്പൊ നീ പോയി എന്നതിന് ഐ വെന്റ് ദേർ ആയി. നീ പോയോ എന്നതിന് ഡിഡ് യു ഗോ ദേർ ആയി. നീ പോയില്ല എന്നതിന് യു ഡിഡ് നോട്ട് ഗോ ദേർ ആയി. നീ പോയില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഡിഡിൻറ്റ് യു ഗോ ദേർ ആയി. ഓക്കെ, ആ നീ പോയി എന്നൊരൊറ്റ വാചകത്തിൽ നിന്നാണ് നമ്മൾ അത്രയും ചെയ്തത്. അപ്പൊ ചോദിക്കാം, എന്തുകൊണ്ട് പോയില്ല? അപ്പൊ നീ പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഡിഡിൻറ്റ് യു ഗോ ദേർ പറഞ്ഞില്ലേ? അതിൻ്റെ മുമ്പിൽ ഒരു വൈ ചേർക്കൂ. എന്തുകൊണ്ട്? നീ എന്തുകൊണ്ട് പോയില്ല? വൈ ഡിഡിൻറ്റ് യു ഗോ ദേർ? എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഇത്രയും സെന്റൻസുകൾ ഉണ്ടാക്കിയത്. എന്നാൽ നീ എങ്ങനെ പോയി? ഹൗ ഡിഡ് യു ഗോ ദേർ? അപ്പോൾ നീ പോയോ എന്നത് ഡിഡ് യു ഗോ ദേർ ആണെങ്കിൽ നീ എങ്ങനെ പോയി എന്നത് ഹൗ ഡിഡ് യു ഗോ ദേർ ആയി. നീ പോയില്ലേ എന്നത് ഡിഡിൻറ്റ് യു ഗോ ദേർ ആണെങ്കിൽ നീ എന്തുകൊണ്ട് പോയില്ല എന്നായപ്പോൾ വൈ ഡിഡിൻറ്റ് യു ഗോ ദേർ ആയി. ഓക്കെ ആണോ? വളരെ എളുപ്പത്തിൽ മനസ്സിലായല്ലോ. ഇങ്ങനെയുള്ള കുഞ്ഞു ടിപ്സുകളുള്ള എൻ്റെ സിസ്റ്റമാറ്റിക്കായ പേഴ്സണലായ നിങ്ങൾ ഓരോരുത്തരെ മാത്രം ക്ലാസ് എടുക്കുന്ന രീതിയിലുള്ള എൻ്റെ ക്ലാസ്സുകൾക്ക് ഇവിടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. ഒപ്പം നിങ്ങൾ ലൈക്കും ചെയ്യണേ. ഇനി നമുക്ക് അടുത്തതിലേക്ക് നോക്കൂ. ചോദിക്കാണ്, നീ നാളെ പോവോ? നീ നാളെ പോവോ? ഇന്ന് പോയില്ല, ഇന്നലെ നീ പോയില്ല, നാളെ പോവോ? അപ്പം നാളെ പോകും എന്നതിന് എന്താണ്? ഐ വിൽ ഗോ. നീ നാളെ പോകും, യു വിൽ ഗോ. അപ്പോൾ നീ നാളെ പോകുമോ എന്നാകുമ്പോൾ ആ വില്ലിനെ ആദ്യം എടുക്കുന്നു. വിൽ യു ഗോ ദേർ ടുമോറോ? വിൽ യു ഗോ ദേർ ടുമോറോ? നീ നാളെ പോകുമോ? ഓക്കെ, അപ്പോൾ അവിടെ നീ നാളെ പോകും, യു വിൽ ഗോ ദേർ. നീ നാളെ പോകില്ല എന്നാണെങ്കിൽ ഈ വില്ലിനോടൊപ്പം ഒരു നോട്ട് ആഡ് ചെയ്യുന്നു. യു വിൽ നോട്ട് ഗോ ദേർ. നീ നാളെ പോകുമോ? അവിടെ നമ്മൾ വിൽ യു ഗോ ദേർ. നീ നാളെ പോകില്ലേ? ഈ വിൽ നോട്ട് എന്നുള്ളതിനെ വോണ്ടെന്ന് നമുക്ക് ഉച്ചരിക്കാം, എഴുതാം. വോണ്ട് യു ഗോ ദേർ? അപ്പൊ നീ നാളെ പോകും, യു വിൽ ഗോ ദേർ. നീ നാളെ പോകുമോ? വിൽ യു ഗോ ദേർ. നീ നാളെ പോകില്ല, യു വിൽ നോട്ട് ഗോ ദേർ. നീ നാളെ പോകില്ലേ? വോണ്ട് യു ഗോ ദേർ. ഈ നീ നാളെ എന്തുകൊണ്ട് പോകില്ല എന്നാണെങ്കിൽ വൈ വോണ്ട് യു ഗോ ദേർ? ഓക്കെ, അപ്പൊ നോക്കൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് എന്താണ് അതായത് ചെറിയ സെന്റൻസുകളിലൂടെ വളരെ വിശാലമായ കാര്യമാണ് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞത് അല്ലേ. അതായത് നീ ഇന്നലെ പോയി എന്നതിന് ഡിഡ് വെച്ചിട്ട് ഐ വെന്റ് ദേർ അല്ലെങ്കിൽ യു വെന്റ് ദേർ. അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞ അതേ രീതിയിൽ നോക്കൂ. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു എന്നുള്ളതിന് ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ് പഠിച്ചു എന്നതിന് യു സ്റ്റഡീഡ് ഇംഗ്ലീഷ്. നീ നാളെ ഇംഗ്ലീഷ് പഠിക്കും, യു വിൽ സ്റ്റഡി ഇംഗ്ലീഷ് ടുമോറോ. നീ നാളെ ഇംഗ്ലീഷ് പഠിക്കില്ല, യു വിൽ നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ് ടുമോറോ. നീ നാളെ ഇംഗ്ലീഷ് പഠിക്കുമോ? വിൽ യു സ്റ്റഡി ഇംഗ്ലീഷ് ടുമോറോ? നീ നാളെ ഇംഗ്ലീഷ് പഠിക്കില്ലേ? വോണ്ട് യു സ്റ്റഡി ഇംഗ്ലീഷ് ടുമോറോ? നോക്കൂ, എത്ര പ്രസക്തമായിട്ട് അല്ലെങ്കിൽ എത്ര എളുപ്പത്തിൽ നമുക്ക് ഈ രീതിയിലുള്ള സെന്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇങ്ങനെ നിങ്ങൾ തുടർന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് വിത്തിൻ 2 months, അതായത് 30 days കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കാൻ കഴിയും. ഇനി ഞാൻ പറയുന്ന ഈ സെന്റൻസുകൾ നിങ്ങളൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്നലെ ഞാൻ അവളെ പഠിപ്പിച്ചു. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അവൻ എന്നെ നാളെ പഠിപ്പിക്കും. ഓക്കെ. ഫോർത്ത് ക്വസ്റ്റ്യൻ, നീ ഇന്നലെ വന്നില്ലേ?
5th ക്വസ്റ്റ്യൻ, നാളെ നീ വരുമോ? 6th ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഇന്നലെ നീ വരാതിരുന്നത്? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് കറക്റ്റായിട്ട്, അതായത് ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഈ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എക്സസൈസസ് കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.